catalysis, the process of altering rate of reaction by using a foreign substance is called catalysis. Otherwise, the process of altering rate of reaction by using a catalyst is called catalysis. ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയിൽ വ്യത്യാസം വരുത്തുന്ന പ്രോസസ്സിനെയാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ദ കറ്റാലിസിസ് ആർ ഓഫ് ടു ടൈപ്സ്. കറ്റാലിസിസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ പോസിറ്റീവ് കറ്റാലിസിസ്, സെക്കൻഡ് വൺ നെഗറ്റീവ് കറ്റാലിസിസ്. അതിലെ ഫസ്റ്റ് വൺ പോസിറ്റീവ് കറ്റാലിസിസ്. ദ കറ്റാലിസിസ് ഇൻ വിച്ച് catalyst enhance the rate of reaction is called positive catalysis. ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള കറ്റാലിസിസിനെയാണ് പോസിറ്റീവ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഡിസോസിയേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ വാട്ടറും ഓക്സിജനും ഉണ്ടാകും. ഈ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് MnO2. ഇവിടെ ഈ MnO2 എന്ന് പറയുന്ന മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന ഈ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഡിസോസിയേഷൻ പ്രോസസ്സിൻ്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്, എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ MnO2 എന്ന് പറയുന്ന കാറ്റലിസ്റ്റിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന പ്രോസസ്സിനെ പോസിറ്റീവ് കറ്റാലിസിസ് എന്നും പറയും. ഇനി നെക്സ്റ്റ് നെഗറ്റീവ് കറ്റാലിസിസ്. ദ കറ്റാലിസിസ് ഇൻ വിച്ച് കാറ്റലിസ്റ്റ് ഡിക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് കാൾഡ് നെഗറ്റീവ് കറ്റാലിസിസ് and the catalyst is known as negative catalyst. ഒരു കറ്റാലിസിസ് പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള കറ്റാലിസിസിനെയാണ് നെഗറ്റീവ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയാം. ഇൻ നെക്സ്റ്റ് catalytic promoter. The substance used to enhance the activity of catalyst is known as catalytic promoter. ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടുമ്പോൾ ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ആ വേഗത കൂടുക. ആ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് കാറ്റലിറ്റിക് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് കാറ്റലിറ്റിക് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നമുക്കറിയാവുന്ന ഒരു റിയാക്ഷൻ N2+3H2 gives 2NH3, മാനുഫാക്ചർ ഓഫ് അമോണിയ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പോഞ്ചി അയൺ ആണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുക. സ്പോഞ്ചി അയൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഈ മാനുഫാക്ചറിങ് ഓഫ് അമോണിയൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്. ഇനി ഈ ആക്ടിവിറ്റി, ഈ സ്പോഞ്ചി അയണിൻ്റെ ആക്ടിവിറ്റി ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യിപ്പിച്ച് പെട്ടെന്ന് അമോണിയ പ്രോഡക്റ്റ് ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് മോളിബ്ഡിനം. ദെർഫോർ മോളിബ്ഡിനം enhance the activity of iron or catalyst. This molybdenum is known as catalytic promoter. ഈ മോളിബ്ഡിനത്തിനെയാണ് കാറ്റലിറ്റിക് പ്രൊമോട്ടർ ആണ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റലിറ്റിക് പോയിസൺ. The substance which inhibit the activity of catalyst is known as catalytic poison. ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രോസസ്സിനെ, ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുന്ന സബ്സ്റ്റൻസിനെയാണ് കാറ്റലിറ്റിക് പോയിസൺ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നമുക്കറിയാം, സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ
സൾഫർ ട്രയോക്സൈഡ് SO3 ഫോം ചെയ്യും. ഇതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് പ്ലാറ്റിനം. ഈ പ്ലാറ്റിനത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ഈ പ്ലാറ്റിനത്തിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി, തടസ്സപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് ആഴ്സനിക്. Therefore, this arsenic is known as catalytic poison. Platinum Pt is catalyst and arsenic is the catalytic poison. Next, homogeneous catalysis. The catalysis in which catalyst and reactants are in same phase is called homogeneous catalysis. ഒരു കറ്റാലിസിസ് പ്രോസസ്സിൽ കാറ്റലിസ്റ്റും അതേപോലെ റിയാക്റ്റൻസും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ തന്നെയാണ്. സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. നേരത്തെ നമ്മൾ പ്ലാറ്റിനം ആയിരുന്നു കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിച്ച്. പ്ലാറ്റിനം അല്ലാതെ ഇവിടെ നൈട്രസ് ഓക്സൈഡ് NO ഗ്യാസും കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാം ഓൾറെഡി സൾഫർ ഡയോക്സൈഡ് ഗ്യാസാണ്, ഓക്സിജൻ ഗ്യാസാണ്. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കാറ്റലിസ്റ്റും ഗ്യാസാണ്. കാറ്റലിസ്റ്റും റിയാക്റ്റൻസും എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിലാണ് നമ്മൾ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. The catalysis in which catalyst and reactants are in different phase is called heterogeneous catalysis. ഒരു കറ്റാലിസിസ് പ്രോസസ്സിൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയാൻ പറ്റും. ഇതിന് എക്സാമ്പിൾ SO2 കമ്പൈൻ വിത്ത് ഓക്സിജൻ ഗീവ്സ് SO3. ഈ പ്രോസസ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു എക്സാമ്പിൾ പ്ലാറ്റിനം ഈസ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം എന്ന് പറയുന്ന മെറ്റൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കും. ഇവിടെ നോക്കുക, സൾഫർ ഡയോക്സൈഡ് ഗ്യാസാണ്, ഓക്സിജൻ ഗ്യാസാണ്. പക്ഷേ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റിനം മാത്രം ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സിലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കറ്റാലിസിസിനെ പറയുന്ന പേരാണ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്.